തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ. നാടൻ കന്നി പെണ്ണേ, നാണിക്കാതൻ പൊന്നേ, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി, ആലോലം കിളിമുത്തേവാ ആതിരരാവിലൊരമ്പിളിയാ. Hey guys, welcome to D Vlogs. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തത്. കുറേ ആയി ഞാനിപ്പോൾ രാവിലെ, അതായത് അശ്വി പോകുന്ന സമയം തൊട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം, ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അതാ സമയം ഒരു 6-6:15 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എണീറ്റത്. അതിന് മുന്നേ തന്നെ അമ്മ എണീറ്റ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിക്ക് ഇന്ന് പോകാനുണ്ട്, അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അമ്മ. ഇന്ന് നമുക്ക് ഉപ്മാവാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണെന്ന് തീരുമാനിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഉപ്മാവാക്കാമെന്ന്. അങ്ങനെ ഇതാ അമ്മ അതൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് എണീറ്റപാട് ബ്രഷ് ചെയ്യണം കേട്ടോ, അത് നിർബന്ധമാണ്. ബ്രഷ് ചെയ്തിട്ടേ ഞാൻ എന്ത് പരിപാടിക്കും നിൽക്കുള്ളൂ. ഉപ്മാവ് ആക്ച്വലി എനിക്കൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ രാവിലെ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഉപ്മാവ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആവുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടി ഞാനിതൊക്കെയാണ് രാവിലെ ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ദോശ, ഇഡ്ഡലി, പത്തിരി ഇത് തന്നെ ഇങ്ങനെ മാറി മാറി, പുട്ട്. അപ്പോൾ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതിനിടയിൽ ഞാനൊരു പരിപാടിക്ക് പോയി. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നു. രാവിലത്തെ സ്കിൻ കെയർ ചെയ്യണമല്ലോ, കുളിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇതൊരു ആപ്പാണ്. ക്യൂർ സ്കിൻ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ട് വരും. പേര്, ഏജ്, ജെൻഡർ അങ്ങനത്തെ ഒക്കെ ആദ്യം ഇങ്ങനെ വന്ന്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം, അതായത് അതിൽ സ്കിൻ റിലേറ്റഡും ഉണ്ട്, ഹെയർ റിലേറ്റഡും ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പം നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ടാണ് പോകുന്നത്. അവിടെ അവർ നമ്മളടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ ഫേസ്, ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസൊക്കെ ഫോട്ടോ ചോദിക്കും. അവർക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമല്ലോ, നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എന്നിട്ട് അവർ ഫേസിലുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ അവർ അനലൈസ് ചെയ്ത് എല്ലാം നോക്കി അവർ നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കിറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ പോലെ വന്നതും, പിന്നെ ഫേസിൽ കുറച്ച് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് തന്നതെന്നും ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം. ഇതിലെനിക്ക് 4 പ്രോഡക്റ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഓരോന്നായിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ്. ഇത് രാവിലെയും രാത്രിയും ഈ ഒരു ഫേസ് വാഷ് വെച്ചാണ് ആദ്യം തന്നെ തുടക്കം നമ്മുടെ സ്കിൻ കെയറിൻ്റെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പമ്പേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സൺസ്ക്രീൻ. ഈ ഒരു മിനറൽ ജെൽ സൺസ്ക്രീൻ SPF 50 PA+++ ആണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സൺസ്ക്രീൻ പോലെയല്ല, ജസ്റ്റ് ഒരു പീ സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോർണിംഗിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഫേസ് വാഷ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, കഴിഞ്ഞു. പിന്നെ വരുന്നത് നൈറ്റിലാണ് കേട്ടോ. നൈറ്റിൽ സെയിം ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ്. ഇതും ജസ്റ്റ് ഒരു പീ സൈസിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഫേസിലും നെക്കിലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സ്
മാർക്സും പിമ്പിൾസ് കെയേഴ്സും ഓപ്പൺ പോഴ്സ് അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാനുള്ളത്. എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ്. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഈ ഒരു 4 പ്രോഡക്ട്സിന് എനിക്ക് വന്നിട്ടുള്ളത് 1499 ആണ്. അതും അപ് ടു 3 months വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു മന്ത്ലി ചെക്കപ്പ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ മറന്നാലും അവർ നമുക്ക് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കും. പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. അമ്മ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് എൻ്റെ പണിയൊക്കെ ചെയ്തിട്ട് വന്നതാണേ. പിന്നെ ഇന്ന് ഉപ്മാവാണല്ലോ, വലിയ പരിപാടിയൊന്നുമില്ല. ഞാൻ പോയപ്പോഴത്തേക്കും അമ്മ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കാപ്പിക്ക് വെള്ളം വെച്ചു. ഞാൻ വെള്ളവും പാലും കൂടെ ഒരുമിച്ചാണ് വെക്കാറ്. അതാകുമ്പോൾ എളുപ്പം കഴിയുമല്ലോ. പിന്നെ ഇതിപ്പോൾ അമ്മയ്ക്കും അശ്വിക്കും കൂടെയാണ് വെച്ചത്. ഞാൻ രാവിലെ അങ്ങനെ ചായ, അതായത് നമ്മൾ കാലിച്ചായ എന്ന് പറഞ്ഞിട്ട് കുടിക്കില്ലേ രാവിലെ തന്നെ എണീറ്റ പാട്, എനിക്ക് ആ ശീലമില്ല. പക്ഷെ അശ്വിക്കും ഇല്ല, എനിക്കും ഇല്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് കുടിക്കാറ്. പക്ഷെ അമ്മയ്ക്ക് ആ ഒരു ഇതുണ്ട്, കാലിച്ചായ, കാലിക്കാപ്പി. അമ്മ കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ പക്ഷേ അമ്മ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കില്ല കേട്ടോ. ഒരെണ്ണം രാവിലെ കുടിക്കുള്ളൂ, അത് ആദ്യം എണീറ്റ ഉടനെ. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമേ കുടിക്കുള്ളൂ, അതും മാത്രം. അപ്പോൾ കാപ്പി റെഡി. അശ്വിക്കും അമ്മയ്ക്കും കൂടെയാണ് ഞാൻ കാപ്പി ഉണ്ടാക്കിയത്. ഞാനുണ്ടല്ലോ, ഞാനിപ്പം അശ്വി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കിടന്നുറങ്ങും. അതുകൊണ്ട് എന്നിട്ട് പിന്നെ എണീറ്റിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പിന്നെ എണീറ്റാൽ ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. രാവിലെ ഡെയിലി വെള്ളം, ആദ്യം വെള്ളം കുടിച്ചതിന് ശേഷമാണ് കാപ്പിയും ചായയും എന്താണെങ്കിലും കുടിക്കാറുള്ളൂ. ഇടയ്ക്ക് വെച്ചൊക്കെ അത് നിന്ന് പോവും. പക്ഷെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം കുടി. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് സമയം പുറത്തേക്കൊക്കെ നോക്കി നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഫുൾ ചെടി, മുരിങ്ങ പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കാറ്റും നല്ല കാറ്റാണ് പുറത്ത്. അപ്പോഴേക്കും അശ്വി റെഡി ആയിട്ട് വന്നു. ഒരു 7, 7:15 ആകുമ്പോഴാണ് ഇറങ്ങാറ്. അപ്പോൾ അതാ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അശ്വി കഴിക്കുമ്പോൾ ഞാനും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും കേട്ടോ. ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് ഇത്തിരി കഴിച്ചിട്ടായിരുന്നു പിന്നെയും കിടക്കാറ്. ഇല്ലെങ്കിൽ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പീസൊക്കെ ചെറുത് കഴിക്കും. പിന്നെ അശ്വി പോകുമ്പോൾ ഞാൻ കൂടെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് വൈകിട്ടല്ല, ഉച്ചയ്ക്ക് ശേഷം ഞാൻ അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകണം, കുറച്ച് സാധനം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് തരാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. കാർഡ് വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വന്ന് പിന്നെ ഇതാ കിടക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കിടന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, എണീക്കാൻ പിന്നെ ഭയങ്കര മടിയായിരിക്കും. ഒരു 9:30, 10 മണി വരെ ഉറങ്ങിപ്പോവും. പിന്നെ അമ്മ വന്ന് ഇങ്ങനെ വിളിക്കണം, എണീക്ക് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉപ്മാവ് കഴിക്കുകയാണ്. അച്ഛനും അമ്മയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പറയാറുണ്ട് അവരുടെ അടുത്ത്, ഞാൻ എണീക്കാൻ ലേറ്റ് ആവല്ലോ, നിങ്ങൾക്ക് കഴിച്ചാൽ പോരേന്ന്. പക്ഷേ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ പോയി ടി.വി അവിടെ തുറന്നു വെച്ചു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇപ്പോൾ ഇവിടെ ടി.വി കാണുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരും. ചെടിയിൽ നോക്കുമ്പോഴാണെങ്കിൽ തീരെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ മണ്ണ് തൊട്ട് നോക്കിയിട്ടാണ് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാറ്. അത് ഞാൻ ChatGPTനോട് ചോദിച്ചാണ് ഇതിലെങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ മണ്ണ് തൊട്ട് നോക്കിയിട്ട് എത്രയോ സെൻറ്റിമീറ്റർ ഇങ്ങനെ മണ്ണിൽ വിരലിട്ട് നോക്കിയിട്ട് നനവുണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ ആണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം ടി.വി കിട്ടുന്നില്ല. എന്തോ പ്രശ്നം, സിഗ്നൽ തീരെ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഫുൾ യൂട്യൂബിലാണ്. യൂട്യൂബിൽ എന്തെങ്കിലും പഴയ സിനിമ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് അതും കണ്ടിരിക്കാറാണ് എല്ലാവരും തന്നെ.
പിന്നെ ഞാൻ കിച്ചണിൽ പോയി ഉപ്പേരിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അമ്മ കറിയും ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. തലയിരിക്കുമ്പോൾ വാലാടണ്ടല്ലോ. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ അടിച്ച് വാരാം. പെട്ടെന്ന് പണിയൊക്കെ തീർത്താൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. ഇവിടെയാണെങ്കിൽ അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ പെട്ടെന്ന് കഴിയും. അത്രയല്ലേ സ്ഥലമുള്ളൂ. ഉള്ള പകുതി സ്ഥലത്താണെങ്കിൽ ഫർണിച്ചറും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ നീക്കി മാറ്റിയൊക്കെ അടിച്ചവരൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ചളിപിളിയൊന്നും ആവില്ല കേട്ടോ. ഒരു വെള്ളപ്പൊടിയാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എന്താ വൃത്തികേടാവാറില്ല. അപ്പോൾ പെട്ടെന്നൊരു അടിച്ച് വാരലും ചെയ്ത് ഒരു തുടയ്ക്കലും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അമ്മ ആറിടാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതും എടുത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോയി. പുറത്ത് നല്ല വെയിലാണ്. നല്ല കാറ്റുമുണ്ട്. അതേപോലെ തന്നെ വെയിലുമുണ്ട്. നേരെ നോക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വെയിലായിരുന്നേ. പിന്നെ പെട്ടെന്ന് പോയി പോകുന്ന വഴിക്ക് ഇതാ അമ്മ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് മുരിങ്ങക്കായ പറിക്കാമെന്ന്. കിട്ടുമോ നോക്കാം. നല്ല പൊക്കത്തിലാണുള്ളത്. ഒരുപാടൊന്നും ഇല്ല താനും. കുറച്ചേ പൂത്തിട്ടുള്ളൂ. എന്താണെന്നറിയില്ല. അപ്പോൾ ഉള്ളത് പിന്നെ അച്ഛനെ വിളിച്ച് അച്ഛൻ അവിടുന്ന് ഒരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ തുള്ളിയൊക്കെ എങ്ങനെയൊക്കെ ഒരു ചെറിയ 2 എണ്ണം കിട്ടി. ഇന്ന് സാമ്പാറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അങ്ങനെ 2 എണ്ണം കിട്ടി. അത് മതി. പിന്നെ നാളേക്ക് അരി വെള്ളത്തിലിട്ട് വെച്ചു ദോശയ്ക്ക്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ദോശ അങ്ങനെ ആർക്കും മടുക്കാറില്ല. ഇതുവരെ മടുത്തിട്ടില്ല. അപ്പോൾ ദോശയ്ക്ക് 2 ദിവസത്തേക്കൊക്കെ ഒരുമിച്ചാണല്ലോ ഇട്ട് വെക്കാറ് നമ്മൾ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളി കഴിഞ്ഞ് അപ്പോഴത്തേക്കും സമയം ഉച്ചയായി ട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഉച്ചയായി. ചോറ് കഴിക്കാനൊക്കെ ആയി. പിന്നെ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ച് ഇതൊന്നും ഞാൻ എടുത്തില്ല ട്ടോ. എല്ലാം ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തിനാ വെച്ചിട്ട് ചോറ് കഴിക്കുന്നത് ഞാൻ എടുത്തില്ല. പിന്നെ ദാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ റെഡിയായി. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനെയും അമ്മേനെയും കൂട്ടി ഒന്ന് പുറത്ത് പോകണം. കുറച്ച് ഷോപ്പിംഗൊക്കെ ചെയ്യണമെന്ന്. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെ ലുലു ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, പിന്നെ ഓൺ മാർട്ട് എന്ന് പറയുന്നൊരു മോളുണ്ട്. അങ്ങനെയൊക്കെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ദൂരോട്ടൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കാനെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അത്ര അതിനുള്ളിലേ വരുന്നുള്ളൂ. നമുക്കിങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പിന്നിലൂടെയാണ് ഞങ്ങൾ നടക്കാറ്. ഫ്രണ്ടിലൂടെ പോകുമ്പോൾ കുറച്ചിങ്ങനെ ചുറ്റി വളഞ്ഞ് പോകണം. ഇപ്പോൾ പിന്നെ നടക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ചൂടായിട്ടില്ല. നല്ല കാറ്റും ഉണ്ട്. പിന്നെ ചൂടും ഇല്ല. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റാണ്. അപ്പോൾ നല്ല സുഖമാണ് നടക്കാൻ. ചില സമയത്ത് ഭയങ്കരമായിട്ട് കുട്ടികളൊക്കെ ഉണ്ട് പാറ മീൻസ് അങ്ങനെയല്ല. അത്രയും നല്ല ഫോഴ്സിലാണ് കേട്ടോ കാറ്റ് വരുന്നത്. ചില സമയത്തൊക്കെ ഞാനൊക്കെ ഇങ്ങനെ നേരെ നടക്കുമ്പോൾ സൈഡിലോട്ട് ഇങ്ങനെ ആയിപ്പോവും. അത്രയും ഫോഴ്സിലാണ് കാറ്റ് വരുന്നത്. എൻ്റെ മുടിയൊക്കെ പറക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം മോൺമാർട്ടിലേക്കാണ് പോയത്. എന്നിട്ട് ലുലുവിൽ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. നടക്കുമോയെന്നറിയില്ല. അപ്പോൾ ഇവിടുന്ന് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു വൈകിട്ടൊരു 3:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും അശ്വി വരുമ്പോഴത്തേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ അശ്വീൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ. കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ അശ്വി വരാൻ സമയമുണ്ടല്ലോ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഓരോന്ന് നോക്കുമായിരുന്നു. അവസാനം എന്തായി, ലുലുവിൽ പോകാൻ സമയം കിട്ടിയില്ല. ഇവിടുന്നുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അശ്വി താഴെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. താഴേന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ മേലെ പോയി നോക്കി. മേലേന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മേലേന്നും അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ മറ്റേ എന്തേനു പറയുക, ഇങ്ങനെ ആഞ്ഞ് ഓഞ്ഞ് കളിച്ച് പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും താഴെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതലൊന്നും നോക്കിയില്ല. പെട്ടെന്ന് ബില്ലാക്കി ഇങ്ങോട്ട് പോന്നു. ലുലുവിലൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു പിന്നീട് ഒരു ദിവസം പോവാമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. ഇത് ആക്ച്വലി കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇതെടുത്ത സമയത്ത് നല്ല മഴയുണ്ടായിരുന്ന സമയത്താണ് കേട്ടോ ഇതെടുത്തത്. ഇന്നലെ ഇവിടെ മഴയായിരുന്നു. പക്ഷേ ഇന്നലെ അല്ല എടുത്തത്. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് രാത്രിയായപ്പോഴത്തേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇടി ഉണ്ടായിരുന്നു. ഭയങ്കര മിന്നലാട്ടോ ഇവിടെ. ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോയി നോക്കി. ഇപ്പോൾ കാണാം മിന്നലെടുക്കുന്നത്. എന്താ മിന്നൽ അറിയോ, ബാക്ക് വശത്തൊക്കെ
ഫുള്ള് വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു അകത്തോട്ട്. ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. മിന്നലെടുക്കുന്നതുകൊണ്ട് കൂടുതൽ അവിടെ നിന്നില്ല, അകത്തേക്ക് വന്നു. മഴയൊക്കെ അല്ലേ, അപ്പം ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. സംഭവം ചിക്കൻ ബാർബിക്യൂ ആയിരുന്നു വാങ്ങിച്ചത്, പക്ഷേ വന്നപ്പോൾ സംഭവം മാറിപ്പോയി. എനിക്കിത് കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചതാണ് കേട്ടോ, ഇത് ചിക്കൻ അല്ലല്ലോ എന്ന്. കാരണം ഒരു കറുപ്പ് കളറായിരുന്നേ. അങ്ങനെ എടുത്ത് ഒരു കടി കടിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി സംഭവം വേറെയാണെന്ന്. അതെൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മട്ടനാണ് കിട്ടിയത് ചിക്കൻ ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ അത് അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് എന്താ ശരിയാവില്ലല്ലോ. മനുഷ്യന് വിശന്നിട്ട് അവസാനം ഫുഡ് വന്നപ്പോൾ ഇങ്ങനെ. എനിക്കെല്ലാം കൂടെ ദേഷ്യം പിടിച്ച് അവസാനം ഇവിടെ ഉണ്ടായിരുന്ന ചോറും കഴിച്ചാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.